20 മണിക്കൂർ കൊണ്ട് പൈസ ഉണ്ടാക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ ഈ വീഡിയോ നിങ്ങളെ കൊണ്ട് ക്ലിക്ക് ചെയ്യിപ്പിക്കാനുള്ള ഒരു ടെക്നിക്ക് അല്ല അത്. അതെങ്ങനെ ചെയ്യാൻ പറ്റുമെന്നുള്ളതിൻ്റെ കംപ്ലീറ്റ് ഗൈഡ് ആയിരിക്കും ഈ വീഡിയോ. നിങ്ങളൊരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ പോലും നിങ്ങൾക്ക് ആവശ്യമുള്ള പണം അല്ലെങ്കിൽ നിങ്ങളുടെ ഫീസ് നിങ്ങൾക്ക് ഈസി ആയിട്ട് കണ്ടെത്താൻ സാധിക്കും. ഇനി നിങ്ങളൊരു ജോലി കണ്ടുപിടിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ₹1 പോലും ഇല്ലെങ്കിൽ മറ്റുള്ള ആളുകളുടെ മുമ്പിൽ കൈ നീട്ടേണ്ട അവസ്ഥ വരില്ല. നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പൈസ നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും. ഇനി ഇഷ്ടമല്ലാത്തൊരു 9 to 5 ജോബിൽ പെട്ടിരിക്കുന്ന ആളുകളുണ്ടായിരിക്കാം. അത് വിട്ട് ഇറങ്ങി വരാൻ പേടിയുള്ള ആളുകളും ഉണ്ടായിരിക്കാം. ഇനി ഒരു ജോലി ഉണ്ടെങ്കിൽ പോലും സാലറി കിട്ടുന്നുണ്ടെങ്കിൽ പോലും കിട്ടുന്ന പൈസ ഒന്നിനും തികയാത്ത അവസ്ഥ ഉള്ള ആളുകളും ഉണ്ടായിരിക്കും. ടു ബി ഓണസ്റ്റ്, ഞാൻ ഈ മേളിൽ പറഞ്ഞ എല്ലാ അവസ്ഥകളിൽ കൂടെ ഞാൻ കടന്നുപോയിട്ടുണ്ട്. പക്ഷേ ദേ ഇപ്പോൾ 2025 ആവാൻ പോകുന്നു. ലോകം ഇപ്പോൾ പഴയ പോലെ അല്ല. ഇതിനൊക്കെയുള്ള സൊല്യൂഷൻ ഇവിടെയുണ്ട്. നമ്മളിൽ 90% ആളുകളും അതിനുള്ള സൊല്യൂഷൻ കണ്ടെത്തില്ല. ഈ പ്രോബ്ലം ഒക്കെ ഞാൻ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പലതിനും പാർഷ്യൽ ആയിട്ടുള്ള സൊല്യൂഷൻസ് ഞാൻ കണ്ടെത്തിയിട്ടുണ്ടെങ്കിലും അതിലും ബെറ്റർ ആയിട്ടുള്ള നല്ല സൊല്യൂഷൻസ് ഉണ്ടായിരുന്നു. പക്ഷേ അതൊന്നും ആ സമയത്ത് എനിക്ക് കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല. കഴിഞ്ഞ 13 വർഷം എടുത്താൽ 15 പരിപാടികൾക്ക് മുകളിൽ ഞാൻ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അതെല്ലാം ഓൾമോസ്റ്റ് ഫെയിലും ആയി, ഞാൻ ഈ ഒരു സൊല്യൂഷൻ കണ്ടെത്തുന്നത് വരെ. കഴിഞ്ഞ 13 വർഷം കൊണ്ട് ഞാൻ വളരെ ടഫായിട്ടുള്ള വേയിൽ കൂടെ പഠിച്ച കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അടുത്ത 13 മിനിറ്റ് കൊണ്ട് ഞാൻ പറഞ്ഞുതരാം. വേണ്ട, 10 മിനിറ്റ് കൊണ്ട് പറഞ്ഞുതരാം. അത്രയും വർഷം നിങ്ങൾക്ക് നഷ്ടമാവില്ല. ഞാനൊരു സ്റ്റുഡൻ്റ് ആയിരുന്ന കാലത്തും ജോലി നോക്കുന്ന കാലത്തും ജോലി ഉണ്ടായിരുന്ന കാലത്തും ഒക്കെ ഞാൻ പല സൈഡ് പരിപാടികളും ചെയ്തിട്ടുണ്ട്. കോളേജിൽ പഠിക്കുന്ന കാലത്ത് തന്നെ ഞങ്ങൾ 5 പേര് ചേർന്ന് ജങ്ക്യാർഡ് ഡിസൈൻസ് എന്ന് പറയുന്ന ഒരു ഡിസൈൻ ബിസിനസ് ആദ്യം തുടങ്ങി. ബട്ട് ഫെയിൽഡ്. പഠിച്ചിറങ്ങിയ സമയത്ത് തന്നെ പ്രോസോൾ ടെക്നോളജീസ് എന്ന് പറയുന്ന ഒരു സ്റ്റാർട്ടപ്പിന് വേണ്ടി കുറേ നാൾ നടന്നു. ബട്ട് ഫെയിൽഡ്. പിന്നെ ജോലിക്ക് കയറി കഴിഞ്ഞ ടീഷർട്ട് ബിസിനസ്, ചോക്ലേറ്റ് ബിസിനസ്, ഷൂ ലോണ്ടറി, ട്രേഡിംഗ്, ഇങ്ങനെ ഫ്ലോപ്പ് ആയ ഇഷ്ടം പോലെ സ്റ്റോറീസ്. ഇതിൻ്റെ ഒക്കെ ഇടയിൽ ഞാനൊരു കാർ ട്യൂണിംഗ് പരിപാടി തുടങ്ങി. എൻ്റെ ലൈഫിൽ മറക്കാനാവാത്ത ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു അത്. ഞാൻ എല്ലാവരും റിമൈൻഡ് ചെയ്യുന്നു, ഞാൻ ഈ വീഡിയോയിൽ കൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്ന സൊല്യൂഷൻ അന്നും ഞാൻ കണ്ടെത്തിയിട്ടില്ലായിരുന്നു. കാറിൻ്റെ ട്യൂണിംഗ് നന്നായിട്ട് അറിയാവുന്ന ഒരു കൂട്ടുകാരൻ ഞങ്ങൾ കുറേ പേരെ ചേർത്ത് ട്യൂണിങ്ങിൻ്റെ എക്യുപ്മെൻ്റ് എല്ലാം പുറത്തുനിന്ന് ഇമ്പോർട്ട് ചെയ്യിപ്പിച്ചു. ടെസ്റ്റിങ്ങിന് വേണ്ടി എടുത്ത കാർ അടിപൊളിയായിട്ട് ട്യൂൺ ചെയ്ത് വൈറ്റ് ലൈൽ ഓപ്പൺ റോഡിൽ കൂടെ ഓടിച്ചൊക്കെ ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട്. ട്യൂൺ ചെയ്ത കാർ ഡാമേജ് ആയതോ വാങ്ങിക്കൊണ്ട് വന്ന എക്യുപ്മെൻറ്റ് ഫെയിൽ ആയതോ ഇതൊന്നും ആയിരുന്നില്ല ആ ബിസിനസ് ഫെയിൽ ആവാനുള്ള കാരണം. അതങ്ങനെ ഒറ്റവാക്കി പറയാൻ പറ്റില്ല. ഞാൻ അതിലേക്ക് വരാം. അപ്പോൾ നിങ്ങൾ ഈ ചാനലിലേക്ക് ആദ്യമായിട്ടാണ് വരുന്നതെങ്കിൽ വെൽക്കം ഹോം. എന്നെയും നിങ്ങളെപ്പോലുള്ള സാധാരണ ആളുകളുടെ ഫിനാൻഷ്യൽ ലൈഫും ബെറ്റർ ആക്കുന്ന തരത്തിലുള്ള വീഡിയോസാണ് ഞാനിവിടെ ചെയ്യാൻ ശ്രമിക്കുന്നത്. അതുമാത്രമല്ല ഈ ചാനലിൽ വന്ന് നിങ്ങളുടെ ആരുടെയും സമയം വേസ്റ്റ് ആവില്ല എന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരുന്നു. അത് എൻ്റെ പ്രോമിസാണ്. മില്യൺസ് ഓഫ് യൂട്യൂബ് വീഡിയോസിൻ്റെ ഇടയിൽ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് മിസ്സായി പോകാതിരിക്കാനായിട്ട് ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൺസിഡർ ചെയ്യുക. അപ്പോൾ 2025 തന്നെ നമുക്ക് എല്ലാവർക്കും പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന പല മാർഗ്ഗങ്ങളുണ്ട്. പക്ഷേ അതിലെ വലിയൊരു ഭൂരിപക്ഷവും വെറും ഫ്ലൂക്കാണ്. അതൊന്നും ചെയ്തിട്ട് ഒരു കാര്യവുമില്ല. ബട്ട് നല്ലതുകൊണ്ട് അത് ഏതൊക്കെയാണെന്ന് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. പക്ഷേ ഇതിനെയൊക്കെ നമുക്ക് 2 കാറ്റഗറി ആയിട്ട് തിരിക്കാം. ഫസ്റ്റ് കാറ്റഗറി, നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം പിക്ക് ചെയ്ത് അത് ലോങ് ടേമിൽ നമ്മൾ ചെയ്യാൻ പ്ലാൻ ചെയ്യുവാണെങ്കിൽ അതിനെ നമുക്ക് കാറ്റഗറി 1 എന്ന് വിളിക്കാം. അത് നമ്മൾ തുടങ്ങുന്ന സമയത്ത് തന്നെ നമുക്ക് ബിഗ് സ്കെയിൽ തുടങ്ങണം നിർബന്ധമൊന്നുമില്ല. നമ്മൾ വളരെ ചെറുതായിട്ടായിരിക്കും അത് ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷേ നമ്മളത് കുറച്ച് കാലത്തേക്കല്ല, നമ്മളത് വളരെ ലോങ് ടേമിലേക്കും ഭാവിയിൽ നമ്മുടെ ഫുൾ ടൈം ജോലിയായിട്ടോ ബിസിനസ് ആയിട്ടോ കൺവേർട്ട് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന കാര്യങ്ങളെയാണ് ഞാൻ ഈ കാറ്റഗറി 1 എന്ന് പറയുന്നത്. ഈ കാറ്റഗറി 1ൽ പെടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നും അങ്ങനെയുള്ള ആളുകൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരു 6 months റോഡ് മാപ്പ് ഞാൻ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഷെയർ ചെയ്യാം. പക്ഷേ നമുക്ക് കാറ്റഗറി 2 എന്താണ് എന്നൊന്ന് നോക്കാം. ചില സമയത്ത് നമുക്ക് അത്യാവശ്യമുള്ള കാര്യങ്ങൾ വാങ്ങിക്കാനുള്ള പൈസ നമുക്ക് ആവശ്യമായിരിക്കും. മേ ബി കാറ്റഗറി 1 നമുക്ക് വർക്ക്ഔട്ട് ചെയ്യാൻ വേണ്ടി വരുന്ന എക്യുപ്മെന്റ് വാങ്ങിക്കാനുള്ള പൈസ പോലും ആയിരിക്കാം. ഫോർ എക്സാമ്പിൾ, നമുക്ക് കാറ്റഗറി 1ൽ നമ്മൾ പ്ലാൻ ചെയ്യാൻ പോകുന്ന കാര്യത്തിന് നമുക്ക് നല്ല വിലയുള്ള ഒരു ക്യാമറയോ ഒരു ലാപ്ടോപ്പോ വേണമെങ്കിൽ നമുക്ക് ക്വിക്കായിട്ട് മണി റൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഈ കാറ്റഗറി 2ലെ കാര്യങ്ങൾ. അപ്പോൾ നമ്മളതൊരു ലോങ് ടേമിലേക്കോ കുറേ കാലത്തേക്കോ ഒന്നും ചെയ്യാൻ പ്ലാൻ ചെയ്യില്ല. പക്ഷേ നമുക്ക് ക്വിക്കായിട്ട് കുറച്ച് പൈസ റൈസ് ചെയ്യാൻ വേണ്ടി മാത്രമായിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ് ഈ കാറ്റഗറി 2ലുള്ളത്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഡു നോട്ട് ഡു ദിസ് ഫോർ എവർ. എല്ലാ കാലത്തും ഇത് ചെയ്യാൻ ശ്രമിക്കരുത്. മേ ബി നമ്മൾ ചെയ്യുന്നത് വെബ് ഡിസൈനിങ് ആയിരിക്കാം. വെബ് ഡിസൈനിങ് കാറ്റഗറി 1ൽ പെട്ട് ചെയ്യുന്ന ആളുകളുണ്ട്. പക്ഷേ ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ ഡു നോട്ട് ഗെറ്റ് സ്റ്റക്ക് ഹിയർ. കാറ്റഗറി 2ൽ ഒരു കാരണവശാലും സ്റ്റക്ക് ആയിട്ടിരിക്കാൻ പാടില്ല. അപ്പോൾ ഈ കാറ്റഗറി 2ൽ നമുക്ക് കിക്ക് സ്റ്റാർട്ട് ചെയ്യാൻ ആദ്യം ചെയ്യാൻ പറ്റുന്ന കാര്യം യൂട്യൂബിൽ നോക്കിയോ ആർട്ടിക്കിൾസ് നോക്കിയോ എന്തെങ്കിലും ഒരു സ്കിൽ ക്വിക്കായിട്ട് പഠിച്ചെടുക്കുക. മാസങ്ങളോളം ഒന്നും ഇരുന്ന് പഠിക്കേണ്ട ആവശ്യമില്ല. ക്വിക്കായിട്ട് കുറച്ച് കാര്യങ്ങൾ മാത്രം പഠിക്കുക. ക്വിക്കായിട്ട് എങ്ങനെ ഇത് ചെയ്യാൻ പറ്റും എന്നും ഞാൻ ഈ വീഡിയോയുടെ ലേറ്റർ പാർട്ടിൽ പറയാം. ബട്ട് എനിവേ, ഈ കാറ്റഗറി 1ലും കാറ്റഗറി 2ലും നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്നതും പറ്റാത്തതുമായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് ഞാൻ ക്വിക്കായിട്ടൊന്ന് പറയാം. ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട്, പക്ഷേ ഞാൻ ഇതിൽ കുറച്ചെണ്ണം മാത്രം എടുത്ത് ഇവിടെ പറയാം. ആദ്യമായിട്ട് വീഡിയോ എഡിറ്റിംഗ്. നിങ്ങൾക്ക് കുറച്ച് പൈസ റേസ് ചെയ്യാൻ, അതായത് കാറ്റഗറിയിൽ 2ൽ പെടുത്താൻ പറ്റുന്ന ഒരു അടിപൊളി മാർഗ്ഗം തന്നെയാണിത്. പക്ഷേ ഇത് കാറ്റഗറി 1ലോട്ട് നമുക്ക് കൺവേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ വളരെ സ്ട്രാറ്റജിക് ആയിട്ടുള്ള പ്ലാൻസ് നമ്മൾ ബിൽഡ് ചെയ്യേണ്ടതായിട്ട് വരും. എബ്രോഡിലുള്ള ക്ലയൻസിനെ ലാൻഡ് ചെയ്യേണ്ടതായിട്ട് വരും. അതല്ലെങ്കിൽ ഹൈ പേയിങ് ആയിട്ടുള്ള ഇന്ത്യയിൽ തന്നെയുള്ള ക്ലയൻസിനെ നമ്മൾ ലാൻഡ് ചെയ്യേണ്ടതായിട്ടോ വരും. ഡെഫിനറ്റ്ലി കാറ്റഗറി 2ൽ ഇത് നമുക്ക് പെടുത്താൻ പറ്റും. ഇഷ്ടംപോലെ കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഇപ്പോൾ ഉണ്ട്. നിങ്ങൾ അത്യാവശ്യം ചെറുതായിട്ടെങ്കിലും വീഡിയോ എഡിറ്റിംഗ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്വിക്കായിട്ട് കുറച്ച് മണി റേസ് ചെയ്യാൻ ഈ പരിപാടി നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇനി സെക്കൻഡ് വൺ, വെബ് ഡിസൈൻ. ഇപ്പോൾ ഇഷ്ടംപോലെ കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആണ്. അവർക്കെല്ലാം എന്തെങ്കിലുമൊക്കെ പ്രോഡക്റ്റോ സർവീസോ അവർ സെല്ല് ചെയ്യുന്നുണ്ട്. അവർക്കൊരു ലാൻഡിംഗ് പേജ് ഉണ്ടാക്കി കൊടുക്കുക എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. പക്ഷേ ഒരുപാട് ആളുകൾക്കും ഇത് ഇത്ര സിമ്പിൾ ആണ് എന്നുള്ള കാര്യം അറിയില്ല. ഒരുപാട് പൈസ ഒന്നും ഇതിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റില്ലെങ്കിലും ഗ്രേറ്റ് ആൻഡ് ഈസി സൈഡ് മണി. ഞാൻ വീണ്ടും പറയുവാണ്, ഇതിനെ തന്നെ നമുക്ക് കാറ്റഗറി 1ൽ പെടുത്തണമെങ്കിൽ ഹൈ പേയിങ് ക്ലയൻസിനെ നമ്മൾ ലാൻഡ് ചെയ്യേണ്ടതായിട്ട് വരും. അതുകൊണ്ട്
മോസ്റ്റ് ഓഫ് ദ ആളുകൾക്കും ഇത് കാറ്റഗറി 2-ലായിട്ട് കൺസിഡർ ചെയ്യാം. ഇനി അടുത്തത് ട്രേഡിംഗ്. ഷോർട്ട് ടേം ആയിട്ട് പൈസ റേസ് ചെയ്യാനാണ് ശ്രമിക്കുന്നത്, അതല്ലെങ്കിൽ കാറ്റഗറി 2-ലാണ് നമ്മൾ പൈസ റേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നെവർ ഡു ട്രേഡിംഗ്. ഹൈ ചാൻസ് നിങ്ങളുടെ കയ്യിലുള്ള പൈസ എല്ലാം നഷ്ടപ്പെടാനായിരിക്കും ചാൻസ്. കാറ്റഗറി 1-ലാണെന്നുണ്ടെങ്കിൽ പ്രോപ്പറായിട്ട് സ്കില്ല് ഡെവലപ്പ് ചെയ്ത് ട്രൈ ചെയ്യാൻ ശ്രമിക്കുക. ഇനി അടുത്തത് യൂട്യൂബ് ചാനൽ. കാറ്റഗറി 2 ആണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ നെവർ കൺസിഡർ യൂട്യൂബ് ചാനൽ. പെട്ടെന്ന് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി ഒരുപാട് പൈസ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചാൽ അത് വെറും തെറ്റിദ്ധാരണ മാത്രമാണ്. നല്ല സമയവും നല്ല ഇൻവെസ്റ്റ്മെന്റും ഉണ്ടെങ്കിൽ മാത്രമേ പ്രോപ്പറായിട്ടൊരു യൂട്യൂബ് ചാനൽ പെട്ടെന്ന് നമുക്ക് റവന്യൂ തരുന്ന രീതിയിൽ, സിഗ്നിഫിക്കന്റ് ലെവലിൽ റവന്യൂ തരുന്ന രീതിയിൽ ബിൽഡ് ചെയ്തുകൊണ്ടുവരാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ കാറ്റഗറി 2-ൽ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നെവർ കൺസിഡർ ഇറ്റ്, ബട്ട് ഡെഫിനറ്റ്ലി ഫോർ കാറ്റഗറി 1. ഇനി അടുത്തത് തംബ്നെയിൽ ഡിസൈൻ. ഗ്രേറ്റ് വേ. കാറ്റഗറി 2-ൽ പെടുത്താൻ പറ്റുന്ന ഒരു ഗ്രേറ്റ് വേ തന്നെയാണിത്. ഇഷ്ടം പോലെ കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഉണ്ട്. തംബ്നെയിലിന്റെ ഇമ്പോർട്ടൻസിനെ പറ്റി നമ്മൾ ആരും പറഞ്ഞു കൊടുക്കേണ്ടതായിട്ടുള്ള ആവശ്യമില്ല. ഇപ്പോൾ എല്ലാ കോണ്ടന്റ് ക്രിയേറ്റേഴ്സിനും അതിന്റെ ഇമ്പോർട്ടൻസ് അറിയാം. നിങ്ങൾ നന്നായിട്ട് തംബ്നെയിൽ ഉണ്ടാക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇവരെ എല്ലാം ഡയറക്റ്റ് ആയിട്ട് പോയി കോൺടാക്ട് ചെയ്തോളൂ. അവർക്ക് വേണ്ടി കുറെ തംബ്നെയിൽ ഉണ്ടാക്കി നിങ്ങൾ ഫ്രീ ആയിട്ട് അവർക്ക് കൊടുക്കൂ. കാറ്റഗറി 2 ലെവലിൽ നിങ്ങൾക്ക് പൈസ റേസ് ചെയ്യാൻ ഇത്രയും നല്ലൊരു മാർഗ്ഗം വേറെ ഇല്ല. ഇനി അടുത്തത് ക്യാപ്ഷൻസ് ഓർ സബ്ടൈറ്റിൽ എഡിറ്റർ. നമ്മുടെ യൂട്യൂബ് വീഡിയോസിൽ ക്യാപ്ഷൻസ് ഉണ്ടാക്കാനും സബ്ടൈറ്റിൽ ഉണ്ടാക്കാനും ഒക്കെ നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലുമൊക്കെ ഭാഷ ലൈക്ക് ഹിന്ദിയോ തമിഴോ തെലുങ്കോ എന്തെങ്കിലും അറിയാമെങ്കിൽ ആ ഭാഷയിൽ നിങ്ങൾക്ക് സബ്ടൈറ്റിൽ ഉണ്ടാക്കാനും അവരെ ഹെൽപ്പ് ചെയ്യാം. നിങ്ങൾക്ക് ഈ ഭാഷയൊന്നും അറിയില്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ AI-യുടെ ഹെൽപ്പോടുകൂടി ഇതൊക്കെ ചെയ്യാൻ സാധിക്കുന്നതാണ്. അതും ഒരു കാറ്റഗറി 2-ൽ പെടുത്താൻ പറ്റുന്ന ഒരു വേ ടു മേക്ക് മണി ആണ്. ഇനി ഈ കാറ്റഗറി 1-ലും കാറ്റഗറി 2-ലും പെടുത്താൻ പറ്റുന്ന ഇഷ്ടം പോലെ ഫ്ലൂക്ക് ക്വിക്ക് മണി ഉണ്ടാക്കുന്ന പരിപാടികളുണ്ട്. ഒരിക്കലും തലവെക്കരുത്. എന്തൊക്കെയാണ് എന്ന് ഞാൻ പെട്ടെന്ന് പറയാം. MLMs അല്ലെങ്കിൽ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ്, നെവർ. അത് കഴിഞ്ഞ് ബെറ്റിംഗ് ആപ്സ്. ഇഷ്ടംപോലെ ഇൻഫ്ലുവൻസേഴ്സിനെ പറ്റി പറയുന്നുണ്ടായിരിക്കും, അവർ ഇഷ്ടംപോലെ പൈസ ഉണ്ടാക്കിയെന്ന് പറഞ്ഞിട്ടുണ്ടായിരിക്കും. പക്ഷേ നിങ്ങളുടെ ഫോക്കസ് കളയരുത്, ദയവ് ചെയ്ത് ഇതിൽ പോയി ചാടരുത്. അത് കഴിഞ്ഞ് ലോൺ ആപ്സ്. നിങ്ങൾക്ക് അത്യാവശ്യമായിട്ട് പെട്ടെന്ന് പൈസ റേസ് ചെയ്യാനായിട്ട് നിങ്ങൾ കാറ്റഗറി 2-ൽ എന്തെങ്കിലും ജോലി ചെയ്യുന്നതിന് പകരം ഏതെങ്കിലും ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്ത് അവിടെ കയറി പൈസ ആദ്യം ലോൺ എടുക്കാമെന്ന് കരുതി ലോൺ ആപ്സിൽ പോയി തലവെക്കരുത്. ഇവൻച്വലി ഒന്നിന് പുറകെ ഒന്നായിട്ട് നിങ്ങളുടെ കയ്യിലുള്ള എല്ലാ പൈസയും നഷ്ടപ്പെടും. നിങ്ങൾ വലിയ കടബാധ്യതയിലും പോയി ചാടും. നെവർ ഡു ദാറ്റ്. അത് കഴിഞ്ഞ് ബൈനറി ട്രേഡ്. എനിക്ക് തോന്നുന്നത് ഇതിപ്പോൾ മേളിലോട്ട് പോകുമെന്നാണ്, അതുകൊണ്ട് ഞാൻ മേളിലോട്ട് ക്ലിക്ക് ചെയ്യുന്നു. ഇതാ എനിക്ക് കിട്ടിയിരിക്കുന്ന 7000 രൂപ. നെവർ ഡു ബൈനറി ട്രേഡ്. ഇതൊക്കെ സ്കാംസ് ആണ്. ഇനി സ്കാംസ് അല്ലാതെ തന്നെ വളരെ നല്ല ലെവലിൽ പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന ചില കാര്യങ്ങളുണ്ട്, ലൈക്ക് അഫിലിയേറ്റ് മാർക്കറ്റിംഗ്, ഓൺലൈൻ പ്രോഡക്റ്റ് സെല്ലിംഗ്, കോണ്ടന്റ് റൈറ്റിംഗ്. ബട്ട് ഇതെല്ലാം കാറ്റഗറി 1-ൽ മാത്രമാണ്. കാറ്റഗറി 2-ൽ പെടുത്തി ക്വിക്കായിട്ട് മണി ഉണ്ടാക്കാനുള്ള മാർഗ്ഗങ്ങളല്ല. ക്വിക്കായിട്ട് മണി ഉണ്ടാക്കാനാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ ഞാൻ ഈ മേളിൽ പറഞ്ഞ ഒരു കാര്യം നിങ്ങൾ ചെയ്യരുത്. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ എങ്ങനെ 20 മണിക്കൂർ കൊണ്ട് കാറ്റഗറി 1 ആണെങ്കിലും കാറ്റഗറി 2 ആണെങ്കിലും നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് പൈസ ഉണ്ടാക്കി തുടങ്ങാം. ഞാൻ ആദ്യം പറഞ്ഞ ഏത് അവസ്ഥയിലാണ് നിങ്ങളിപ്പോൾ നിൽക്കുന്നതെങ്കിലും, അതായത് ജോലിയില്ല, അതല്ലെങ്കിൽ ജോലിയുണ്ട് പൈസ തികയുന്നില്ല, അതല്ലെങ്കിൽ സ്റ്റുഡൻ്റ് ആണ്, അല്ലെങ്കിൽ ജോലി തപ്പിക്കൊണ്ടിരിക്കുകയാണ്, ഏത് സ്റ്റേജിലാണെങ്കിലും എനിക്കറിയാം ഓൾറെഡി നമ്മൾ എക്സ്ട്രീം പ്രഷറിലായിരിക്കും. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് ഫോക്കസ് ചെയ്ത് ഒരുപാട് കാലത്തേക്ക് നമുക്ക് ഒത്തിരി കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മാനസികാവസ്ഥയിലായിരിക്കില്ല. സോ ക്വിക്കായിട്ട് ഈ കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്ത് പൈസ റേസ് ചെയ്യാനുള്ള മാർഗ്ഗമാണ് നമുക്ക് എല്ലാവർക്കും വേണ്ടത്. അപ്പോൾ ഈ ഒരു അവസ്ഥയിലാണ് നമ്മൾ 20 hour സ്ട്രാറ്റജി യൂസ് ചെയ്യേണ്ടത്. യൂസിങ് ദിസ് ടെക്നിക്, നിങ്ങൾ ഈ ടെക്നിക് യൂസ് ചെയ്തിട്ട് നമുക്ക് ഏതൊരു സ്കില്ലും 20 hours കൊണ്ട് പഠിക്കാം. ഫോർ എക്സാമ്പിൾ, നിങ്ങളിപ്പോൾ എഡിറ്റിംഗ് ആണ് പഠിക്കാൻ പ്ലാൻ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് യൂട്യൂബിലെ വീഡിയോസ് കണ്ടിട്ടോ ആർട്ടിക്കിൾസ് കണ്ടിട്ടോ എവിടെയെങ്കിലും കയറി നിങ്ങൾക്ക് ഒരു വർഷം എടുത്ത് എഡിറ്റിംഗ് പഠിക്കാം. അതല്ലെങ്കിൽ 6 മാസം കൊണ്ട് നിങ്ങൾക്ക് എഡിറ്റിംഗ് പഠിക്കാം. ബട്ട് നിങ്ങൾ ഏത് സ്കിൽ എടുത്താലും, എഡിറ്റിംഗ് ആയാലും തംബ്നെയിൽ ഡിസൈനിങ് ആണെങ്കിലും വെബ് ഡിസൈൻ ആണെങ്കിലും എന്താണെങ്കിലും, പ്രാക്ടിക്കലി നമുക്ക് ആ സ്കില്ല് കൊണ്ട് പൈസ ഉണ്ടാക്കാനായിട്ട് നമ്മൾ ഈ 1 വർഷം കൊണ്ടോ 6 മാസം കൊണ്ടോ പഠിക്കുന്ന എല്ലാ കാര്യങ്ങളും ആവശ്യമില്ല. ഫോർ എക്സാമ്പിൾ, ഞാൻ ആദ്യം പറഞ്ഞ പോലെ നമ്മൾ എഡിറ്റിംഗ് ആണ് പഠിക്കാൻ ശ്രമിക്കുന്നതെങ്കിൽ എഡിറ്റിംഗിൽ ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ പറ്റും 1 വർഷം കൊണ്ട്, ലൈക്ക് കളർ ഗ്രേഡിംഗ്, സൗണ്ട് ഡിസൈനിങ്, സൗണ്ട് മിക്സിംഗ്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. പക്ഷെ നിങ്ങൾ ക്വിക്കായിട്ടാണ് നിങ്ങൾ പൈസ റേസ് ചെയ്യാൻ ശ്രമിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ എല്ലാ കാര്യങ്ങളും അറിയണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പഠിക്കാൻ പോകുന്ന സ്കിൽ നമ്മൾ ഒരു സ്ഥലത്തോട്ട് എഴുതി വെക്കുക. അവിടെ അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം നമ്മൾ അവിടെ ലിസ്റ്റ് ഡൗൺ ചെയ്യുക. അതിൻ്റെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ മറ്റേ സൈഡിലും ലിസ്റ്റ് ഡൗൺ ചെയ്യുക. ഈ ബേസിക് ലെവലിലുള്ള കാര്യങ്ങൾ, അതായത് 20% ഓഫ് ദ കാര്യങ്ങൾ നമ്മൾ ചെയ്താൽ തന്നെ നമുക്ക് ഈ സ്കില്ലിനെ ഫസ്റ്റ് സ്റ്റെപ്പ് ഓഫ് മോണറ്റൈസേഷൻ ലെവലിലേക്ക് കൊണ്ടുവരാൻ പറ്റും. ഈ ബേസിക് കാര്യങ്ങൾ പഠിക്കാനായിട്ട് 20 hours മാത്രം മതിയായിരിക്കും. ഈ 20 hours എന്ന് പറയുന്നത് ഇന്ന് രാവിലെ 10 മണി തൊട്ട് നാളെ രാവിലെ 6 മണി വരെയുള്ള 20 hours പറ്റി അല്ല ഞാൻ പറയുന്നത്. 20 ഫോക്കസ്ഡ് hours. ഓരോ സമയവും നിങ്ങൾ ആ സ്കില്ല് ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ടൈമർ ഓൺ ആക്കി വെക്കുന്ന പോലെ നിങ്ങൾ സമയം നോട്ട് ചെയ്ത് വെക്കുക. ഇന്ന് ഒരു ദിവസം നിങ്ങൾ 2 മണിക്കൂറാണ് പഠിച്ചതെങ്കിൽ അതേപോലെ ഫോക്കസ് ചെയ്ത് നെക്സ്റ്റ് 10 days പഠിക്കുക. ഞാൻ നിങ്ങൾക്ക് 100% ഉറപ്പ് പറയുന്നു, ഇതേപോലെ ഫോക്കസ്ഡ് ആയിട്ടുള്ള 20 hours നിങ്ങൾ പഠിച്ചാൽ ആ സ്കില്ല് കൊണ്ട് ബേസിക് ലെവൽ ഓഫ് മോണറ്റൈസേഷൻ ചെയ്യാൻ പറ്റുന്ന ലെവലിൽ നിങ്ങൾ ആ സ്കില്ല് പഠിച്ചിട്ടുണ്ടായിരിക്കും എന്നുള്ളത് ഉറപ്പാണ്. ഇനി എങ്ങനെയാണ് മോണറ്റൈസ് ചെയ്യാൻ പറ്റുന്നത്? നിങ്ങൾ ആ 20 hours കൊണ്ട് പഠിച്ച നിങ്ങളുടെ സ്കില്ല് വെച്ച് നിങ്ങളൊരു ബേസിക് പോർട്ട്ഫോളിയോ ഉണ്ടാക്കുക. നിങ്ങൾ എഡിറ്റിംഗ് ആണെങ്കിലും തംബ്നെയിൽ ആണെങ്കിലും എന്താണെങ്കിലും ഒരു ബേസിക് പോർട്ട്ഫോളിയോ ഉണ്ടാക്കുക. നിങ്ങൾ ആ പോർട്ട്ഫോളിയോ ഉണ്ടാക്കുന്ന സ്റ്റേജിൽ തന്നെ നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കും. നിങ്ങളുടെ ആ പോർട്ട്ഫോളിയോ വെച്ചിട്ട് നിങ്ങൾ കൂടുതൽ ആളുകളിലേക്ക് റീച്ച് ഔട്ട് ചെയ്യുക. റീച്ച് ഔട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഒരുപാട് പൈസ ഒന്നും ഡിമാൻഡ് ചെയ്യാൻ പാടില്ല. ആ ഒരു പോയിന്റിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു കാര്യം,
നിങ്ങളുടെ ഈ ബേസിക് പോർട്ട്ഫോളിയോ നിങ്ങളൊരു പ്രോ ലെവൽ പോർട്ട്ഫോളിയോ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നതിന് വേണ്ടി മാത്രമാണ് നിങ്ങൾ ഈ ക്ലയൻസിനെ മീറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത്, അവരുടെ കയ്യിൽ നിന്ന് ജോലി പിടിച്ചെടുക്കാനായിട്ട് ശ്രമിക്കുന്നത്. 4-5 ക്ലയൻസിനെ നിങ്ങൾക്ക് ലാൻഡ് ചെയ്യാൻ സാധിച്ചാൽ തന്നെ ഇവരുടെ വർക്ക്സും കൂടെ നിങ്ങളുടെ പോർട്ട്ഫോളിയോയിൽ ആഡ് ചെയ്ത് അതൊരു പ്രോ പോർട്ട്ഫോളിയോ ആയിട്ട് നിങ്ങൾക്ക് മാറ്റാം. ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരുന്നു, വിത്തിൻ 6 months നിങ്ങളുടെ ആ പ്രോ ലെവൽ പോർട്ട്ഫോളിയോ കൊണ്ട് ഹൈ പേയിങ് ക്ലയൻസിനെ നിങ്ങൾക്ക് ലാൻഡ് ചെയ്യാൻ സാധിക്കും. അതായത് 20 hours കൊണ്ട് നിങ്ങൾ ഡെവലപ്പ് ചെയ്ത നിങ്ങളുടെ സ്കില്ല് വെച്ച് നിങ്ങൾ ഉണ്ടാക്കിയ പ്രോ ലൈറ്റ് പോർട്ട്ഫോളിയോയിൽ നിന്നും റിയൽ പ്രോ പോർട്ട്ഫോളിയോയിലേക്ക് നിങ്ങൾക്ക് ഷിഫ്റ്റ് ചെയ്യാൻ സാധിക്കും. ഓരോ സ്റ്റേജിലായിട്ടും നിങ്ങളുടെ റേറ്റ് കാർഡ് നിങ്ങൾ അപ്ഗ്രേഡ് ചെയ്യുക. വിത്തിൻ 3 months യു വിൽ ബി എ പ്രോ. യെസ്, ഞാൻ നിങ്ങൾക്ക് 100% അഷ്വർ ചെയ്യുന്നു, നിങ്ങൾക്ക് വർഷങ്ങളുടെ ആവശ്യമൊന്നുമില്ല. ഫോളോ ദിസ് ഗൈഡ്, നിങ്ങൾക്ക് പൈസ ഉണ്ടാക്കി തുടങ്ങാൻ സാധിക്കും. മേ ബി ഈ പ്രോ പോർട്ട്ഫോളിയോ ആണ് നിങ്ങളുടെ കയ്യിൽ ഉള്ളതെങ്കിൽ പോലും ആ സമയത്ത് നമ്മളെ കാറ്റഗറി 1-ൽ പെടുത്താൻ സാധിക്കില്ലായിരിക്കാം, കാറ്റഗറി 2-ൽ തന്നെ ആയിരിക്കും നിങ്ങൾ നിൽക്കുന്നത്. ആ ഒരു പോയിന്റിൽ നിങ്ങൾ അത്യാവശ്യം കുറച്ച് പൈസ റേസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡിസൈഡ് ചെയ്യാം ഈ ഒരു സ്കില്ലിനെ കാറ്റഗറി 1-ലേക്ക് നിങ്ങൾ കൺവേർട്ട് ചെയ്യണോ, നിങ്ങൾ അതിൽ ഇൻട്രസ്റ്റഡ് ആണോ, നിങ്ങൾ ഇത് എൻജോയ് ചെയ്യുന്നുണ്ടോ. ആ പ്രോസസ് നിങ്ങൾ എൻജോയ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ തുടർന്ന് മുമ്പോട്ട് പോവുക, ഇതിനെ കാറ്റഗറി 1 ആയിട്ട് കൺവേർട്ട് ചെയ്യുക, വേറെ ലെവലിൽ അതിനെ മോണിറ്റൈസ് ചെയ്യാനും ശ്രമിക്കുക. അപ്പോൾ ഞാൻ പല തവണയായിട്ട് ചെയ്തിട്ടുള്ള എൻ്റെ ബിസിനസ്സിൽ നിന്ന് ഞാൻ പഠിച്ച കുറച്ച് കാര്യങ്ങളോട് ഞാൻ പറഞ്ഞുതരാം. മേജർലി ഞാൻ ഫെയിൽ ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്, സോ ദാറ്റ് നിങ്ങൾക്ക് നിങ്ങളുടെ ടൈം സേവ് ചെയ്യാം. ഫസ്റ്റ് വൺ, കൺസിസ്റ്റൻസി. കാറ്റഗറി 2-ൽ നമ്മൾ എന്തെങ്കിലും പിക്ക് ചെയ്യുവാണെങ്കിൽ പോലും നമ്മൾ 20 hours പ്രോപ്പറായിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ നോക്കുക. എപ്പോഴും ഒന്നിൽ നിന്നും മറ്റൊന്നിലേക്ക് ചാടിക്കൊണ്ടിരിക്കരുത്. സെക്കൻഡ് വൺ, ട്രസ്റ്റ് വർത്തി ആയിട്ടുള്ള ആളുകളെയും പാർട്ട്നേഴ്സിനെയും കൂടെ കൂട്ടാൻ ശ്രമിക്കുക. ഞാൻ ആദ്യം പറഞ്ഞ പോലെ എൻ്റെ കാർ ട്യൂണിങ്ങിൽ എനിക്ക് സംഭവിച്ചത്, ഇമ്പോർട്ട് ചെയ്യാനായിട്ട് ഞങ്ങളെ ഹെൽപ്പ് ചെയ്ത ആ കൂട്ടുകാരൻ ഞങ്ങളുടെ ഹോൾ എക്യുപ്മെന്റ് അടിച്ചുകൊണ്ട് പോകുന്നതായിരുന്നു അവിടെ സംഭവിച്ചത്. നിങ്ങളുടെ ഹോൾ മോട്ടിവേഷനും നിങ്ങൾ അത്ര നാൾ കഷ്ടപ്പെട്ടതൊക്കെ വെറുതെ ആവാതിരിക്കാനായിട്ട് വളരെ ട്രസ്റ്റ് വർത്തി ആയിട്ടുള്ള ആളുകളെ മാത്രം കൂടെ കൂട്ടാൻ ശ്രമിക്കുക. ഇനി മൂന്നാമത്തത്, ലേണിംഗ്. നിങ്ങൾ എന്ത് ബിസിനസ് ചെന്ന് ചാടുവാണെന്നുണ്ടെങ്കിൽ അതിന്റെ ബേസിക് അറിവ് നിങ്ങൾക്കുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. നിങ്ങൾ ഹയർ ചെയ്യുന്നതോ നിങ്ങളുടെ കൂടെ ഉള്ള ആളുകൾക്കോ പല കഴിവുകളും ഉണ്ടായേക്കാം, അത്രത്തോളം സ്കില്ലൊന്നും നമുക്ക് വേണം എന്നില്ല, ബട്ട് ബേസിക് ലെവൽ ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് നമുക്ക് തീർച്ചയായിട്ടും ഉണ്ടായിരിക്കണം. ഇനി അടുത്തത്, ബി ആൻ ആക്റ്റീവ് പേഴ്സൺ. നമ്മളൊരു ബിസിനസ് തുടങ്ങുകയാണ്, 3-4 പേര് ചേർന്ന് തുടങ്ങുവാണെങ്കിൽ എനിക്ക് ഒരുപാട് ജോലിയൊന്നും എടുക്കാൻ പറ്റില്ല, ബാക്കിയുള്ളവരെല്ലാം ചെയ്തോട്ടെ എന്ന് കരുതി പാസീവ് ആയിട്ടിരിക്കാതെ വളരെ ആക്റ്റീവായിട്ട് തന്നെ ചെയ്യാൻ ശ്രമിക്കുക. ഡെഫിനറ്റ്ലി എൻ്റെ ചോക്ലേറ്റ് ബിസിനസ്സിൽ എനിക്ക് പറ്റിയ മിസ്റ്റേക്ക് അതായിരുന്നു. ഞാൻ വളരെ പാസീവ് ആയതുകൊണ്ട് തന്നെ അത്രയും സക്സസ്ഫുൾ ആയിട്ട് റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബിസിനസ് ഇടയ്ക്ക് വെച്ച് നിർത്തേണ്ടതായിട്ട് വന്നു. അപ്പോൾ ഞാൻ ചെയ്ത് ഫെയിൽ ആയിട്ടുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ ഞാൻ പഠിച്ച കാര്യങ്ങളാണ് ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തന്നത്. അറ്റ് ദ സെയിം ടൈം ഞാൻ റിയൽ ടൈമിൽ പൈസ ഉണ്ടാക്കിയിട്ടുള്ള ബിസിനസ്സുകൾ 10 ബിസിനസ്സുകൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് ഞാനൊരു വീഡിയോ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. 2025 മണി മേക്കിംഗ് ചാലഞ്ച് വീഡിയോ ആണത്. മണി മേക്കിംഗ് ചാലഞ്ച് ഞാൻ പണ്ട് ചെയ്തിരുന്ന വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്കായിരുന്നു ഞാൻ ചാലഞ്ച് തന്നിരുന്നത്. പക്ഷേ ഇത്തവണത്തെ വീഡിയോയിൽ ഞാൻ എനിക്കും ഒരു ചാലഞ്ച് ഏറ്റെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കൂടുതൽ ഇൻട്രസ്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ ഞാൻ സക്സസ്ഫുൾ ആയിട്ട് ചെയ്ത മണി മേക്കിംഗ് മെത്തേഡ്സ് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ആ വീഡിയോ കൂടെ കാണാൻ ശ്രമിക്കുക. എനിവേ, അപ്പോൾ ഞാൻ ഈ വീഡിയോ തുടങ്ങിയപ്പോൾ പറഞ്ഞ ഏതെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതൊക്കെ മാറി 2025 നിങ്ങൾക്കൊരു പുതിയ വർഷം ആവട്ടെ. അപ്പോൾ 2025 മണി മേക്കിംഗ് ചാലഞ്ച് വീഡിയോ ആണ് നിങ്ങൾ ഇവിടെ കാണുന്നത്. ഉറപ്പായിട്ടും അതും കൂടെ കാണാൻ ശ്രമിക്കുക.